Hey guys, welcome back to our channel. ഇന്നത്തെ വീഡിയോയില് ഒരു ഡെസേർട്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയാ ഹെയർ കെയറും ഹെയർ സ്റ്റൈൽസും ഒക്കെ ചെയ്തപ്പോൾ ഇന്നൊരു ഡെസേർട്ടിന്റെ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി നമ്മൾ എന്താ പറയാ യൂട്യൂബ് ഷോർട്സ് ആണ് ഡെസേർട്ടിന്റെ വീഡിയോസ് ചെയ്യാറ്. അപ്പൊ ലോങ് വീഡിയോ ആയിട്ട് വിശദമായിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടുള്ള ഡെസേർട്ടാണ്. ഈ ടെൻഡർ കോക്കനട്ടിന്റെ ഡെസേർട്ട് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷെ കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഓക്കെ, നമ്മളിപ്പോ എടുത്തേക്കുന്നത് ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്, അല്ലെങ്കിൽ കരിക്കിന്റെ വെള്ളം. അപ്പൊ അതിലേക്ക് കുറച്ച് നമ്മളുടെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിൻ കുറച്ച് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണതാണ്. ഇത് കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ കുതിരണം. അതിനുശേഷം ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്ലാസ്റ്റിക് കവറിന്റെ കിലി ശബ്ദം കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അപ്പൊ ഈ ജലാറ്റിൻ കുറച്ച് സമയം ഇത് കുതിരണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കുറച്ച് സമയം കുതിരട്ടെ കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ജലാറ്റിൻ ബോയിൽ ചെയ്യാൻ പോണാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് പഞ്ചസാരയാണ് ഇടാനുള്ളത് കേട്ടോ. നമ്മളിപ്പോ ഈ വെള്ളത്തിനകത്തേക്ക് ഇടുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം. നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. നമ്മളുടെ എന്താ പറയാ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഓണാണോ? ഓക്കെ, നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ഷുഗർ നന്നായി മെൽറ്റ് ആയിരുന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുതിർത്തി വെച്ച ജലാറ്റിൻ ഇല്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാട്ടോ. ഈ എന്താ പറയാ കരിക്കിന്റെ വെള്ളവും ജലാറ്റിനും കൂടിയുള്ള മിക്സ്ചറാണിത്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. നമുക്ക് കുറച്ച് ചെറിയ തീയിലാണ് ഇതിപ്പോ വെച്ചേക്കണത്. ഒരുപാട് കൂട്ടി വെച്ചിട്ടില്ല. കാരണം ജലാറ്റിനൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചെറിയ തീയിലാണ് ഈ സംഭവം വെച്ചേക്കണത്. അപ്പൊ ചെറിയ തീയിലാണ് നമ്മളെപ്പോഴും സേഫ്. അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിലാവട്ടെ. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ജലാറ്റിൻ നന്നായിട്ട് അലുത്ത് വെള്ളത്തിലേക്ക് മിക്സ് ആവും. നമുക്ക് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് നമ്മളുടെ മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. നമ്മളുടെ അപ്പമൊക്കെ പുഴുങ്ങാൻ എടുക്കുന്ന പ്ലേറ്റ് ആണ്. ഇതിന് ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ റൂം ടെമ്പറേച്ചറിലേക്ക് മാറണം. അപ്പൊ കുറച്ചും കൂടി ഈസി. ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. നല്ല ചൂടുണ്ട്. ജസ്റ്റ് സ്റ്റവ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ മാറട്ടെ. റൂം ടെമ്പറേച്ചറിലോട്ട് ആവട്ടെ. അപ്പൊ അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിലേക്ക് വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് പാലൊഴിക്കാം. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഡെസേർട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ടെൻഡർ കോക്കനട്ടിന്റെ ഫ്ലഷും കൂടെ ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് നമ്മുടെ അമൂലിന്റെ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ എടുത്തിരിക്കുന്ന ടെൻഡർ കോക്കനട്ടിന് അധികം മധുരമില്ല. എന്നാലും നമ്മൾ വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് മധുരം ഞങ്ങൾ കഴിക്കാറില്ല. അതുകൊണ്ട് അപ്പൊ നമുക്കിതിനി മിക്സ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളുടെ നേരത്തെ ചെയ്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും സൂപ്പറാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിനി ഇത് കുറച്ച് സമയം തണുപ്പിക്കണം. നമ്മൾ അറിയില്ല ഞങ്ങൾ തണുപ്പിക്കില്ലെന്ന്. ലെറ്റ്സ് സീ. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് ജലാറ്റിനൊക്കെ മിക്സ് ചെയ്തിട്ട് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും നോക്കാവേ. അപ്പൊ നമ്മൾ ഫ്രീസ് ആവാൻ വേണ്ടി വെച്ച ജലാറ്റിൻ ഇല്ലേ, ജലാറ്റിനൊക്കെ മിക്സ് ചെയ്ത ഒരു മിക്സ്ചർ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്ത് എടുക്കാം. അത് എങ്ങനെയാന്ന് നോക്കട്ടെ. ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
നമുക്ക് നോക്കാം. കട്ടാവുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ ഞാനിതിന് ക്യൂബ്സ് ആക്കി ഒരു ബൗളിലാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മള് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെലാറ്റിന്റെ സംഭവം ടെൻഡർ കോക്കനട്ട് വാട്ടറും ജെലാറ്റിനും കൂടിയുള്ള മിക്സ്ചർ ഇതായിട്ടുണ്ട്. ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ സംഭവം ഇതിന്റെ മുകളിലേക്ക് പിടിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ജെല്ലി നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും എന്താ പറയുക, ഒരു ജെൽ ഫോർമാറ്റിൽ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. രസമുണ്ട് എന്തായാലും കാണാൻ. അപ്പൊ നമുക്കിനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ എടുക്കാം. അത് ഞങ്ങൾ കുറച്ച് സമയം റെഫ്രിജറേറ്റ് ചെയ്തായിരുന്നു. ഫ്രീസ് ഒന്നും ചെയ്തില്ല. കുറച്ച് സമയം ചെറിയൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ തണുത്ത പാലാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ടിന്റെ ഒപ്പം ഏലക്ക ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് വാനിലയുടെ എസൻസ് ആണ്. 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഇതിന്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഒരു റിച്ച് ഫീൽ ഇല്ലേ, അത് കിട്ടും. അപ്പൊ വളരെ കുറച്ച് മാത്രം വീഴൂ. ഓക്കെ, ഒരു 2-3-4 തുള്ളി വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാണ്. കാരണം ഈ വാനിലയുടെ ഈ സ്മെല്ല് നമ്മുടെ ടെൻഡർ കോക്കനട്ടിനെ ഓവർ പവർ ചെയ്യാനും പാടില്ല. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ഡിഷിലേക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇരിക്കുന്ന ക്യൂബ്സ് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ക്യൂബ്സ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. പിന്നെ ചാടില്ല. അപ്പൊ നമുക്കിതിങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കഴിക്കുമ്പോ ഈ ഒരു ചെറിയൊരു ജെല്ല് പോലത്തെ ക്യൂബ്സും കൂടെ കിട്ടും. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റോസ് വാട്ടറും കൂടെയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫ്ലേവേഴ്സ് ഇട്ട് പ്ലേ ചെയ്യാൻ നോക്കുന്നില്ല. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടെൻഡർ കോക്കനട്ടിന്റെ ടേസ്റ്റ് ഉണ്ട്, വാനിലയുടെ ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. എല്ലാം വളരെ മൈൽഡ് ആയതുകൊണ്ടില്ലേ ആ ഒരു പാലിന്റെ ടേസ്റ്റും എല്ലാം നല്ലൊരു രുചിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ജെലാറ്റിനും ടെൻഡർ കോക്കനട്ട് വാട്ടറും കൂടിയുള്ള ആ മിക്സ് കുറച്ചുകൂടി കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ ജെല്ലി ശരിക്കും കടിക്കാൻ കിട്ടിയാണ്. ഇതിപ്പോ നമുക്ക് കടിക്കാൻ കിട്ടുന്നില്ല, ഇങ്ങനെ അടുത്ത് പോവാണ് വായിൽ വയ്ക്കുമ്പോൾ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കൂടുതൽ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.